കൊച്ചി റെയിൽവേ സ്റ്റേഷൻ. ആളുകളുടെ തിരക്ക്, ട്രെയിനുകളുടെ ശബ്ദം, യാത്രകളുടെ തിരക്ക് പിടിച്ച നിമിഷങ്ങൾ. അവിടെ ഒരു ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്ന് ടിക്കറ്റ് നോക്കുകയായിരുന്നു ആദിൽ. അവനൊരു ദൂരയാത്രയ്ക്ക് പോകുകയായിരുന്നു. പുതിയ ജോലി, പുതിയ നഗരം, പുതിയ ജീവിതം. അപ്പോൾ ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നു. "ക്ഷമിക്കണം, ഈ സീറ്റ് ഒഴിഞ്ഞതാണോ?" അവൾ ചോദിച്ചു. "അതെ," ആദിൽ പറഞ്ഞു. അവളുടെ പേര് റീന. അവൾക്കും അതേ ട്രെയിനിലായിരുന്നു യാത്ര. ട്രെയിൻ പുറപ്പെടുന്നതുവരെ അവർ ചെറിയ സംഭാഷണം തുടങ്ങി. "നീ എവിടേക്കാണ് പോകുന്നത്?" റീന ചോദിച്ചു. "ബാംഗ്ലൂർ," ആദിൽ പറഞ്ഞു. "ഞാനും," അവൾ ചിരിച്ചു. ട്രെയിൻ യാത്ര തുടങ്ങി. ആ രാത്രി അവർ ഒരുപാട് സംസാരിച്ചു. ചെറിയ കാര്യങ്ങൾ, വലിയ ചിരികൾ. ട്രെയിൻ ജനാലയ്ക്കപ്പുറം ഓടുന്ന ലൈറ്റുകൾക്കിടയിൽ അവരുടെ കഥ ആരംഭിച്ചു. രാവിലെ എത്തുമ്പോൾ അവർ തമ്മിൽ നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്തു. "ഇതൊരു യാത്രയുടെ ഓർമ്മ മാത്രമല്ല," റീന പറഞ്ഞു. "അതെ, ഇതൊരു തുടക്കമാണ്," ആദിൽ ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവർ ദിവസവും സംസാരിക്കും. കാഫി ഷോപ്പുകൾ, പാർക്കുകൾ, ചെറിയ ഡേറ്റുകൾ. പതിയെ അവരുടെ സൗഹൃദം പ്രണയമായി മാറി. ഒരു ദിവസം ആദിൽ ചോദിച്ചു, "നമ്മൾ ആദ്യമായി കണ്ടത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ?" റീന ചിരിച്ചു. "ട്രെയിനിൽ, ഒരു ടിക്കറ്റ് കാരണം." ആദിൽ തന്റെ പേഴ്സിൽ നിന്ന് പഴയ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. "ഇത് ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു," അവൻ പറഞ്ഞു. റീന അത്ഭുതപ്പെട്ടു. "നീ ഇത്രയും വർഷം ഇത് സൂക്ഷിച്ചോ?" "കാരണം ഇതെന്റെ ജീവിതം മാറ്റിയ ദിവസം," അവൻ പറഞ്ഞു. പക്ഷെ ജീവിതം എല്ലായ്പ്പോഴും സുതാര്യമായിരിക്കില്ല. ഒരു ദിവസം റീനയ്ക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം ലഭിച്ചു. "എനിക്ക് പോകണം," അവൾ പറഞ്ഞു. ആദിൽ മിണ്ടാതായി. "തിരികെ വരുമോ?" അവൻ ചോദിച്ചു. റീന കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. "എനിക്കറിയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കും," അവൾ പറഞ്ഞു. അവൾ പോയി. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. ആദിൽ ഇന്നും ആ പഴയ ട്രെയിൻ ടിക്കറ്റ് സൂക്ഷിച്ചു. ഒരു ദിവസം വീണ്ടും കൊച്ചി ഒരു ശാന്തമായ ലൈബ്രറി. പുസ്തകങ്ങളുടെ ഇടയിലിരുന്ന് വായിക്കുകയായിരുന്നു അഖിൽ. അവൻ എടുത്ത ഒരു പഴയ പുസ്തകം തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിലൊരു ചെറിയ പേപ്പർ കഷണം. അതിലെഴുതിയിരുന്നത്, "നീ ഈ കുറിപ്പ് വായിക്കുമ്പോൾ ഒരാൾ നിന്നെ ഓർക്കുന്നുണ്ട്." അഖിൽ അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസവും അവൻ അതേ പുസ്തകം തുറന്നു. മറ്റൊരു കുറിപ്പ്, "നീ വീണ്ടും വന്നോ? എനിക്ക് സന്തോഷം." അവൻ ചിരിച്ചു. ആരാണിത് എഴുതുന്നത്? അതൊരു രഹസ്യമായി. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും പുതിയ കുറിപ്പുകൾ. "നീ ഏത് സമയം വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. നീ വായിക്കുന്നതിനേക്കാൾ ഞാൻ നിന്നെ നോക്കുകയാണ്." അഖിലിന്റെ മനസ്സിലൊരു ചെറിയ സന്തോഷം. ഒരു ദിവസം അവനൊരു കുറിപ്പെഴുതി വച്ചു, "നീ ആരാണ്?" അടുത്ത ദിവസം മറുപടി, "നാളെ കാണാം." അടുത്ത ദിവസം അഖിൽ പതിവുപോലെ ലൈബ്രറിയിലെത്തി. ഹൃദയം വേഗത്തിലിടിച്ചു. അവൻ ചുറ്റും നോക്കി. അപ്പോൾ ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നു. "നീ ആ കുറിപ്പുകൾ വായിച്ച ആളാണോ?" അവൾ ചോദിച്ചു. അഖിൽ ചിരിച്ചു. "അതെ, നീയാണോ എഴുതിയത്?" അവളുടെ പേര് ദിയ. അവൾ ചിരിച്ചു. "ഞാൻ നിന്നെ പല ദിവസങ്ങളായി കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് സംസാരിക്കാൻ ധൈര്യമില്ലായിരുന്നു." അഖിൽ ചിരിച്ചു. "അപ്പോൾ ഈ പുസ്തകം നമ്മളെ കൂട്ടിച്ചേർത്തു," അവൻ പറഞ്ഞു. ദിയ തലകുനിച്ചു. "അതെ, ഒരു കഥ പോലെ." ആ നിമിഷത്തിൽ അഖിൽ മനസ്സിലാക്കി, ചില പുസ്തകങ്ങൾ വായിക്കാൻ മാത്രമല്ല, അവയിൽ പ്രണയം ഒളിഞ്ഞിരിക്കും.